ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാനിടയായി തീർന്ന വിഷയം മഹാപുരോഹിതൻ്റെ പ്രത്യേകതകൾ എന്തായിരിക്കണം. പ്രധാനമായിട്ട് നമ്മൾ 3 കാര്യങ്ങളെയാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് തുടങ്ങിയത്. എബ്രായ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ കൂടെ നമ്മൾ ചിന്തിക്കുകയാണ്. അതിൽ ഫസ്റ്റ് നമ്മൾ കാണുവാൻ ഇടയായിത്തീർന്നാൽ 3 ക്വാളിറ്റിയാണ് നമ്മൾ കാണുവാനായിട്ട് ഇടയായിത്തീർന്നത്. ആ 3 ക്വാളിറ്റിയിൽ ആദ്യമായിട്ട് കണ്ടത് ആ മഹാപുരോഹിതൻ എന്ന് പറയുന്നത് മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കപ്പെടുന്നവനായിരിക്കണം. രണ്ടാമത്തെ ക്വാളിറ്റി അത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നവനായിരിക്കണം. മൂന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രൂട്ട് അവിടെ വെളിപ്പെടുത്തണം. അവിടെ നമ്മൾ കണ്ടത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത് ദൈവത്താൽ വിളിക്കപ്പെട്ടതായിരിക്കുന്ന മഹാപുരോഹിതൻ്റെ പ്രത്യേകതകൾ. അതിൽ 1-ാമത്തെ പ്രത്യേകതയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത്. കണ്ണിൽക്കൂടെ നമ്മൾ മനസ്സിലാക്കി മഹാപുരോഹിതൻ എന്നുള്ള പദവി ദൈവത്തിന് മഹത്വം കരയറ്റുന്നതാണ്. അഥവാ മഹിമയ്ക്കനുസൃതമായിരിക്കുന്ന ഒരു പദവിയാണ് പൗരോഹിത്യം എന്ന് പറയുന്നത്. അതിൻ്റെ എന്തുകൊണ്ട് നമ്മളെപ്രകാരം ചിന്തിച്ചു എന്നുള്ള വാക്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കുവാനായിട്ട് ദൈവമായ കർത്താവ് സഹായിച്ചു. അതിനെ തുടർന്ന് നമ്മൾ ചിന്തിച്ചത് ദൈവത്തിൻ്റെ വിളി വളരെ ആവശ്യമാണ്. മഹാപുരോഹിതനാകണമെങ്കിൽ അഥവാ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ വിളി ആവശ്യമാണ്. ഈ 2 കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിക്കുവാൻ ഇടയായി തീർന്നത് രാത്രിയിൽ. അതേ തുടർന്ന് 3-ാമത്തെ വിഷയത്തിലേക്ക് നമ്മളെ പോകുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായിട്ട് വീണ്ടും ഒരിക്കൽ കൂടെ എബ്രായ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ ഒന്ന് വായിച്ചാൽ. എബ്രായ ലേഖനം 5-ാം അധ്യായം, ഹീബ്രൂസ് ചാപ്റ്റർ 5 വേഴ്സ് 4. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അഹരോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ആ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല. ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് മഹാപുരോഹിതൻ ആകുന്നുവെങ്കിൽ അത് മഹാപുരോഹിതൻ്റെ ശുശ്രൂഷ വെളിപ്പെടുത്തേണ്ടത് ആ ഫ്രൂട്ടിൽ കൂടെയാണ്, ഫലത്തിൽ കൂടെയാണ്. ഒന്ന് നോട്ട് ചെയ്താട്ട്, ഫ്രൂട്ട്ഫുൾനെസ് is the best evidence of a divine call. ദൈവം വിളിച്ചു എന്നുള്ളതിൻ്റെ പൂർണ്ണമായിരിക്കുന്ന ഒരു തെളിവാണ് ഫലം കാട്ടുക എന്നുള്ളത്, ഫലവത്താകുക എന്നുള്ളത്. Fruitfulness is the best evidence of a divine call. ഫലം കാട്ടുക എന്നുള്ളതാണ് പൗരോഹിത്യ ശുശ്രൂഷയുടെ ഏറ്റവും വ്യക്തമായ തെളിവ്. ഇന്ന് രാത്രി നമ്മൾ വളരെ ആഴത്തിൽ നമ്മൾ ആ വിഷയങ്ങൾ നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. പ്രാർത്ഥനയോടുകൂടെ ദൈവമക്കളായിരിക്കണം. ദൈവത്തിൻ്റെ വിശുദ്ധ വചനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 92-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വന്നാൽ 92-ാം സങ്കീർത്തനം അതിൻ്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ശബ്ദമയർത്തി ആരെങ്കിലും വായിച്ചാട്ട്. Psalm 92 വേഴ്സ് നമ്പർ 12 to 14. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിൻ്റെ പ്രാകാരങ്ങൾ തഴയ്ക്കും. വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചും ഇരിക്കും. പ്രൈസ് ഗാഡ്. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നു, യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ, തൂണായിരിക്കുന്നവർ. എന്തായിരിക്കും അവരുടെ പ്രത്യേകത? എങ്ങനെയായിരിക്കും അവർ വെളിപ്പെടുവാൻ ഇടയായിത്തീരുന്നത് എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ആലയത്തിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരാകുന്നുവെങ്കിൽ, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുന്നവരാകുന്നുവെങ്കിൽ അവരുടെ പ്രത്യേകതയെക്കുറിച്ച് അവിടെ ആദ്യം പറയുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ പ്രാകാരങ്ങൾ അവർ തഴയ്ക്കുവാനിടയായിത്തീരും. പ്രിയപ്പെട്ടവരെ, ദൈവം ഒരു വ്യക്തിയെ വിളിച്ചു വേർതിരിച്ചുവെങ്കിൽ, ദൈവത്തിൻ്റെ വിളി കേട്ട് അവൻ വേർതിരിക്കപ്പെട്ടുവെങ്കിൽ അവൻ്റെ പ്രവർത്തനമാണോ അവനെ ദൈവം വിളിച്ചുവെന്ന് വെളിപ്പെടുത്തുന്നത്? എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാട്ടിക്കൂട്ടുമെന്നല്ല ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നത്. അവർ തഴയ്ക്കുവാനായിട്ടിടയായിത്തീരും. അവർ തഴയ്ക്കുന്നവരായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ഒരു വളർച്ചയാണ് ദൈവം വിളിച്ച് വേർതിരിച്ചവർക്ക് ലഭ്യമാകുവാനിടയായിത്തീരുന്നത്. ദൈവത്താൽ വിളിക്കപ്പെട്ടു എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും? അവരിൽ കൂടെ വെളിപ്പെടുത്തുന്നതായിരിക്കുന്ന ഫലത്തിൽ കൂടെ അത് വെളിപ്പെടുവാനായിട്ടിടയായിത്തീരും. അവിടെ പറയുന്നു എന്തായിരിക്കും അവരുടെ പ്രത്യേകത. അവിടെ പറയുന്നത് വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ പ്രതികൂലങ്ങൾ ഒന്നും അവരെ ബാധിക്കുകയില്ല. ഫലം കാട്ടുവാൻ സാധിക്കാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ, ലോകപ്രകാരം ഫലം കാട്ടുവാൻ പറ്റത്തില്ല എന്ന് ചിന്തിക്കുന്ന സ്ഥാനത്തൂടെ
ദൈവത്തിൻ്റെ നടുതലയായവർ ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞാൽ അവരുടെ ഫലത്തെ സ്റ്റോപ്പ് ചെയ്യുവാൻ തക്കവണ്ണം ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ല. ദൈവത്തിൻ്റെ വിളി ഒരു വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം അവനെ തെരഞ്ഞെടുത്തുവെത്തുണ്ടെങ്കിൽ, അവൻ്റെ തെരഞ്ഞെടുപ്പിനെ ദൈവം എന്തിനു വേണ്ടി തെരഞ്ഞെടുത്തുവോ ആ തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തടയുവാൻ തക്കവണ്ണം, അവൻ്റെ ഫലത്തെ തടയുവാൻ തക്കവണ്ണം ലോകത്തിൽ ഒരു ദുഷ്ടശക്തിക്കും സാധ്യമല്ല. എന്ത് ചെയ്യും? അവ വാർദ്ധക്യത്തിലും ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും. അവിടെ പറയുന്നു, അവ പുഷ്ടി പിടിച്ചും പച്ച പിടിച്ചുമിരിക്കും. എന്തുകൊണ്ട് അവ പച്ച പിടിക്കണം? അതിൻ്റെ താഴത്തെ വാക്യം പറയുന്നു, യഹോവ നേരുള്ളവൻ, അവൻ എൻ്റെ പാറ, എങ്കിൽ നീതികേടില്ല എന്ന് കാണിക്കേണ്ടത് തന്നെ. എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിയെ ദൈവം നിർത്തിയിരിക്കുന്നത് തൻ്റെ വ്യക്തി താല്പര്യം വെളിപ്പെടുത്തുവാനല്ല, പിന്നെയോ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാനാണ്. ദൈവം തിരഞ്ഞെടുക്കുന്ന വ്യക്തി ഫലവത്താകുമെന്നുള്ളത് പഴയ നിയമത്തിൻ്റെ ഒരു പ്രമാണത്തിൽ കൂടെ ഇന്ന് രാത്രി ഒന്ന് തെളിയിക്കുവാനാണോ ഞാൻ കടന്നു പോകുന്നത്. പഴയ നിയമത്തിൻ്റെ പ്രമാണത്തിൽ കൂടെ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ആ വ്യക്തി ജീവിതം ഫലവത്താകുവാനായിട്ടിടയായി തീരും. വായിച്ചിട്ട് ഒരു വാക്യം ഇന്ന് രാത്രി നമ്മൾ പാഠം വായിച്ചതായിരിക്കുന്ന സംഖ്യാപുസ്തകം 17-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാൽ, സംഖ്യാപുസ്തകം 17-ാം അധ്യായം, സംഖ്യാപുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം നമുക്ക് പ്രാരംഭമായിട്ട് വായിക്കാം. വേഴ്സ് 8, നമ്പേഴ്സ് ചാപ്റ്റർ 17 വേഴ്സ് 8. നിങ്ങൾക്ക് ഇതിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയാം. ഇവിടെ ഇസ്രായേൽ മക്കൾ ഒരു വലിയ പ്രശ്നം ഇസ്രായേൽ മക്കളുടെ പാളയത്തിൽ ഉണ്ടായി. പാളയത്തിൽ ഉണ്ടായ പ്രശ്നങ്ങൾ, ആ പ്രശ്നത്തിൽ നമ്മൾ കടന്നു വരുന്നതായിരിക്കും. ആ പ്രശ്നങ്ങളുടെ മുൻപിൽ ഒരു പരിമിതിക്ക് വേണ്ടി, അതിൻ്റെതായിരിക്കുന്ന ഒരു പൂർത്തീകരണത്തിന് വേണ്ടി ദൈവം ആരെ വിളിച്ചു വേർതിരിച്ചു, ദൈവമാണ് ആരെയാണ് തിരഞ്ഞെടുത്തത് എന്നുള്ള വിഷയം മനസ്സിലാക്കാൻ വേണ്ടി 12 വടികൾ കൊണ്ട് സമാഗമന കൂടാരത്തിൽ സാക്ഷ്യപ്പെട്ടകത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് അടുത്ത ദിവസം രാവിലെ നോക്കുന്ന സമയത്ത് 12 വടികളിൽ അതിൽ ഒരു വടി, ഓരോ വടികളിലും ഇസ്രായേൽ ഗോത്രങ്ങളുടെ ഓരോ ഗോത്രങ്ങളുടെ പേരും, 12-ാമത്തെ വടിയിൽ ലേവി ഗോത്രത്തിൻ്റെ പേര് ലേവി എന്നല്ല, പകരം അഹരോൻ എന്നുള്ള പേരെഴുതി ഈ 12 വടി സാക്ഷ്യകൂടാരത്തിൽ കൊണ്ടുവച്ചിട്ട് അടുത്ത ദിവസം രാവിലെ മോശ കയറി സാക്ഷ്യകൂടാരത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ മോശ കണ്ടൊരു കാഴ്ച, ഈ 12 വടിയിൽ ഒരു വടി, അഹരോൻ എന്ന് പേരെഴുതപ്പെട്ട വടി, അത് തളുക്കുവാനായിട്ടിടയായിത്തീർന്നു. 2, അത് പൂക്കുവാനായിട്ടിടയായിത്തീർന്നു. 3, ഫലം കായ്ക്കുവാനിടയായിത്തീർന്നു. നോട്ട് ചെയ്യുക ഈ 3 ഭാഗം. 1, തളുക്കുവാനിടയായിത്തീർന്നു, മേഡ് ലൈവ് അല്ലെങ്കിൽ ബഡ്സ്. 2, ബ്ലോസം, പൂക്കുവാനായിട്ടിടയായിത്തീർന്നു. 3, ഫലം കായ്ച്ചു, ഫ്രൂട്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ വടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ വടി എന്ന് പറയുന്നത് ഒരു നിലത്ത് കൊണ്ട് കുഴിച്ചിട്ടിട്ട് വെള്ളം ഒഴിച്ച് കിളിപ്പിച്ച ഒരു വടിയല്ല ഈ വടി. ഈ 12 വടികളും ജീവനില്ലാത്ത വടികളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, എന്നോടുകൂടെ നിങ്ങളായിരിക്കണം. ഈ 12 വടികളും ജീവനില്ലാത്ത ഉണങ്ങിയ വടികളാണ്. ഈ ഉണങ്ങിയ വടികളെ കൊണ്ട് സാക്ഷ്യകൂടാരത്തിൽ കൊണ്ടുവച്ചു. ഭൂമിയുമായിട്ട് യാതൊരു ബന്ധവും അതിനില്ല. ഇത് കിളുക്കണമെങ്കിൽ, ഇത് പൂക്കണമെങ്കിൽ, ഇത് ഫലം കായ്ക്കണമെങ്കിൽ ഇതിന് ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമേ സാധ്യമാകത്തുള്ളൂ. ഭൗതികമാർക്ക് ഇതൊരു ബന്ധമില്ലാതെ നിൽക്കുന്നിടത്തോളം കാലം ഉയർത്തുന്നതായിരിക്കുന്ന ബലമാണോ, ഉയർത്തുന്നുള്ള ജീവനാണോ ഇതിന്മേൽ വ്യാപരിക്കേണ്ടത്. ഉയർത്തുള്ള ജീവൻ വ്യാപരിച്ച് അതുകൊണ്ട് ഈ ഉണങ്ങിയ വടി ജീവൻ പ്രാപിക്കണം. ജീവൻ പ്രാപിച്ച വടി പൂക്കുവാനായിട്ടിടയായി തീരണം. പൂക്കുന്ന വടി അത് ഫലം കായ്ക്കുവാനായിട്ടിടയായി തീരണം. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ വടികൾ ഒന്നും ജീവനില്ല, എല്ലാം ഉണങ്ങിയ വടികൾ തന്നെയാണ്. എന്നാൽ ഇത് പൂക്കുകയും ഇത് തളുക്കുകയും പൂക്കുകയും ഫലം കായ്ക്കുകയും ചെയ്തത് മാനുഷികമായിരിക്കുന്ന ഒരു ശക്തിയോ ഒരു പ്രവർത്തനമോ അല്ല, പിന്നെയോ സ്വർഗത്തിലെ ദൈവത്തിൻ്റെതായിരിക്കുന്ന പ്രവർത്തനമാണോ ഈ ഉണങ്ങിയ വടിയെ തളുക്കുവാനും പൂക്കുവാനും അത് ഫലം കായ്ക്കുവാൻ ഇടയായിത്തീരുന്നത്. അഥവാ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് ദൈവം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചത്? ഈ 3 കാര്യങ്ങൾ ഏത് വടിയിൽ സംഭവിക്കുമോ അവിടെയാണോ ഈ ദൈവം തെരഞ്ഞെടുത്തു എന്ന് വെളിപ്പെടുത്തുവാൻ കാരണമായിത്തീരുന്നത്. എന്താണ് ഇതിൻ്റെ പശ്ചാത്തലം? നിങ്ങൾക്കറിയാം, ഇസ്രായേൽ ഗോത്രത്തിൽ അവർ മുൻപോട്ട് കടന്നു വന്നപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ കൂടെ ഉണ്ടായിട്ടുണ്ട്. പല പ്രശ്നക്കാർ കാലാകാലങ്ങൾ എഴുന്നേറ്റിട്ടുണ്ട്.
എന്നാൽ ഇതിലൊക്കെയും ഏറ്റവും സങ്കീർണമായിരിക്കുന്ന ഒരു വലിയ പ്രശ്നത്തിലാണ് ഇപ്പോൾ മോശ നിൽക്കുന്നത്. എന്താണ് മോശയുടെ സ്റ്റെപ്പ്? മോശ എന്താണ് സംഭവം? ഇവിടെ രണ്ട് കൂട്ടം ആൾക്കാർ മോശയ്ക്കും അഹരോനും എതിരായിട്ട് എഴുന്നേൽക്കുകയാണ്. 16-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് രണ്ട് കൂട്ടം ആൾക്കാരെ രണ്ട് കൂട്ടത്തോട് എതിർക്കുന്നതായിരിക്കുന്ന ഒരു കൂട്ടത്തെയാണ് നമ്മൾ കാണുന്നത്. ഒന്ന്, അഹരോന് എതിരായിട്ട് എഴുന്നേൽക്കുന്ന ഒരു കൂട്ടം. രണ്ട്, മോശയ്ക്ക് എതിരായിട്ട് എഴുന്നേൽക്കുന്ന കൂട്ടം. ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞ വേർഡ്. ഒന്ന്, സ്പിരിച്വൽ അതോറിറ്റിക്ക് എതിരായിട്ട് എഴുന്നേൽക്കുന്ന കൂട്ടം. രണ്ട്, സിവിൽ അതോറിറ്റിക്ക് എഴുന്നേൽക്കുന്ന കൂട്ടം എതിരായിട്ട് എഴുന്നേൽക്കുക. ശ്രദ്ധിച്ച് നിങ്ങൾ നോട്ട് ചെയ്തോണം. ഒന്ന്, ആത്മീയമായിരിക്കുന്ന കാര്യങ്ങൾക്ക് എതിരായിട്ട് എഴുന്നേൽക്കുന്ന കൂട്ടം, സ്പിരിച്വൽ അതോറിറ്റിക്ക് എഗൻസ്റ്റ് ആയിട്ട് എഴുന്നേൽക്കുന്ന കൂട്ടം. രണ്ട്, സിവിൽ അതോറിറ്റിക്ക് എഗൻസ്റ്റ് ആയിട്ട് എഴുന്നേൽക്കുന്ന കൂട്ടം. ഇങ്ങനെ ഒരു രണ്ട് കൂട്ടം എഴുന്നേൽക്കുവാനായിട്ടിടയായി തീർന്നു. ആരാണ് ഈ കൂട്ടര്? വായിച്ചിട്ട് 16-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, ചാപ്റ്റർ 16 വേഴ്സ് നമ്പർ 1. മോശയോട് മത്സരിച്ചതായിരിക്കുന്ന ഒരു വലിയ ഗണം. എന്താ ഇവിടുത്തെ പ്രശ്നം? ഇവിടുത്തെ പ്രശ്നക്കാരെ ഞാൻ പ്രധാനമായിട്ട് രണ്ടായിട്ട് ഞാൻ അങ്ങ് തിരിക്കുകയാണ്. ഒന്ന്, കോരഹും അവൻ്റെ കൂട്ടരും. രണ്ട്, ദാനും അബീരാമും അവരുടെ കൂട്ടരും. എന്താണ് ഇവിടുത്തെ പ്രശ്നം? ഇവക്ക് രണ്ട് കൂട്ടർക്കും രണ്ട് കൂട്ടരോടാണ് പ്രശ്നം. ശ്രദ്ധിച്ചു നിങ്ങളായിരിക്കണം. ഇവിടെ ആ കോരഹിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഒരാളോടും, ദാനും അബീരാമിൻ്റെയും ദാതാനും അബീരാമിൻ്റെയും പ്രശ്നം മറ്റൊരാളോടുമാണ്. ആരോടാണ് കോരഹിൻ്റെ പ്രശ്നം? കോരഹിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് 16-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടോ. മോശ കോരഹിനോട് പറയുന്നൊരു വേർഡാണ് നമ്മൾ ഈ വായിച്ച് കേട്ടത്. എന്താ കോരഹിനോട് പറഞ്ഞത്? കോരഹിനോട് പറഞ്ഞത്, ദൈവം നിങ്ങളെ ഇസ്രായേൽ മക്കളുടെ സഭയിൽ നിന്ന് വേർതിരിച്ചത് നിങ്ങൾക്ക് പോരായോ? ഇവരുടെ പ്രശ്നമെന്ന് പറയുന്നത്, ഇവരെ ദൈവം ഒന്ന് അടുപ്പിച്ച് നിർത്തിയെങ്കിലും ഇവരുടെ ആഗ്രഹം അവിടെ അല്ല. ഇവരെന്താഗ്രഹിച്ചു? പൗരോഹിത്യം കൂടെ അവരാഗ്രഹിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, കോരഹും കൂട്ടരും എന്ന് പറയുന്നത് ദൈവം വിളിച്ച് വേർതിരിച്ച് ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്ത് മാറ്റി നിർത്തിയവരാണ്. എങ്കിലും അവരെ തെരഞ്ഞെടുത്ത് നിർത്തിയിരിക്കുന്ന വേല അവരുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ നോക്കുമ്പോൾ അവർ അതിനകത്ത് സംതൃപ്തരല്ല. സംതൃപ്തി അവർക്ക് കാണുവാൻ സാധിക്കുന്നില്ല. പകരം അവർ ഒന്നുകൂടെ ആഗ്രഹിച്ചു, പൗരോഹിത്യം കൂടെ അവരാഗ്രഹിച്ചു. എന്ന് പറഞ്ഞാൽ ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് ഒന്ന് ചാടി കയറുവാൻ അവരാഗ്രഹിച്ചു. നിങ്ങൾ ഈ സംഭവം നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ കോരഹിൻ്റെ പൊസിഷൻ എന്തെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. നിങ്ങളെല്ലാവരും ഒരു റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് സമാഗമ കൂടാരം ഒന്ന് വരച്ചാട്ട്. അത് അല്പം 4 സൈഡിലും എഴുതാനുള്ള ഒരു സ്പേസ് വിട്ടിട്ട് വേണം നിങ്ങളൊന്ന് വരയ്ക്കാൻ. ഒരു കൊച്ചു സമാഗമന കൂടാരം. കൂടാരം ഒന്നും വരയ്ക്കട്ടെ, ഒരു റെക്റ്റാങ്കിൾ അങ്ങ് വരച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞു തരാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വിഷയം ഞാൻ നോക്കിയത്. ജസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ പോലെ ഒന്ന് വരച്ചിട്ട് അതിൻ്റെ 4 സൈഡ്, നിങ്ങളുടെ റൈറ്റ് സൈഡ് വെസ്റ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ് ഈസ്റ്റ് സൈഡ്, മുകളിൽ നോർത്ത്, താഴെ സൗത്ത്. ഓക്കെ, ആ 4 സൈഡ് നിങ്ങൾ നോട്ട് ചെയ്തു. ആ സൈഡ് നോട്ട് ചെയ്തിട്ട് അതിൻ്റെ വെളിഭാഗത്തായിട്ട് ഇവരുടെ പാളയം ഇറങ്ങിയതിനെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞു തരുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഈ സമാഗമന കൂടാരത്തിൻ്റെ 4 ഭാഗത്തും ലേവി ഗോത്രമാണ് പാളയം ഇറങ്ങിയത്. അതിൻ്റെ കൂടാരത്തിൻ്റെ വാതിൽ സൈഡ്, ഈസ്റ്റ് സൈഡ്, അവിടെയാണ് മോസസ്, ഏരൻ ആൻഡ് ഹിസ് സൺസ്, മോശയും അഹരോനും മക്കളുമായിരുന്നു. ഈസ്റ്റ് സൈഡ്. അതാണ് എൻട്രൻസ്. അതിൻ്റെ നോർത്ത് സൈഡ്, ലേവി ഗോത്രത്തിൽ രണ്ടാമത്തത് മെരാരി. നിങ്ങൾ നോട്ട് ചെയ്തു, മോസസ്, ഏരൻ ആൻഡ് ഹിസ് സൺസ് എന്ന് നോട്ട് ചെയ്തിട്ട് നിങ്ങളെ വാക്യം നോട്ട് ചെയ്താൽ നമ്പേഴ്സ് 2:38, നമ്പേഴ്സ് 3:38. 2 മെരാരിയർ. നമ്പേഴ്സ് 3:25.
അതിൻ്റെ വെസ്റ്റ് സൈഡ് ലേവി ഗോത്രം ഗർശോൻ. നമ്പേഴ്സ് 3:23. അതിൻ്റെ സൗത്ത് സൈഡ് കോര. കോര അല്ല, കെഹാത്ത്. കെഹാത്തിൻ്റെ മകനാണ് കോര. കെഹാത്ത്. നമ്പേഴ്സ് 3:29. നിങ്ങൾ മനസ്സിലാക്കണം, ഈ സമാഗമന കൂടാരത്തിൻ്റെ 4 സൈഡും ചുറ്റുപാടും സമാഗമന കൂടാരത്തോട് ചേർന്ന് കിടക്കുന്നത് ലേവി ഗോത്രമാണ്. ലേവി ഗോത്രത്തിൻ്റെ 3 മക്കൾ, അവരാണ് ചുറ്റുപാട് കിടക്കുന്നത്. അഹരോനും അഹരോൻ്റെ മക്കളും മോശയും സമാഗമന കൂടാരത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് കിടക്കുന്നു. അതിൻ്റെ ഈസ്റ്റ് സൈഡ്, അതിൻ്റെ വെളിയിലായിട്ട് കിടക്കുന്നവർ ഈസ്റ്റ് സൈഡ്. അതിൻ്റെ മെയിൻ നേതാവാണ് ജൂഡ, യഹൂദ ഗോത്രം, ജൂഡ. ഞാൻ വാക്യം നിങ്ങൾക്ക് തരാം, നിങ്ങൾക്ക് വീട്ടിൽ പോയി അത് ഡീറ്റെയിൽ ആയിട്ട് വായിക്കുക. ജൂഡയോടുകൂടെ യഹൂദയോടുകൂടെ ചേർന്ന് കിടക്കുന്ന 2 ഗോത്രങ്ങൾ ഇസ്സാഖാർ, സെബൂലൂൻ. നമ്പേഴ്സ് ചാപ്റ്റർ 2 വേഴ്സ് 1-9. സംഖ്യാപുസ്തകം 2-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യം. അതിൻ്റെ നോർത്ത് സൈഡ്, ആ നോർത്ത് സൈഡിൽ ഇസ്രായേൽ ഓരോ വശങ്ങളിലും ഇസ്രായേൽ ഗോത്രങ്ങളുടെ 3 ഗോത്രങ്ങൾ വെച്ചാണ് കിടക്കുന്നത്. അതിൽ ഓരോ 3 ഗോത്രങ്ങൾക്കും ഒരു നായകനുണ്ട്. ആ ഭാഗത്തെ നായകൻ ദാനാണ് ചീഫ്. ദാനോടുകൂടെ ചേർന്ന് കിടക്കുന്ന 2 ഗോത്രങ്ങൾ ആശേർ ആൻഡ് നഫ്താലി. Numbers chapter 2 verse 25-31. Numbers 2:25-31. West side. ഗർശോമാണ് ലേവി ഗോത്രത്തിൻ്റെ മകനായിട്ട് നിൽക്കുന്നത്. അവിടെ അവരുടെ പ്രധാന നായകനായിട്ടിരിക്കുന്നത് എഫ്രൈമിനോട് കൂടെ ചേർന്ന് കിടക്കുന്ന 2 ഗോത്രങ്ങൾ മനശ്ശെ ആൻഡ് ബെഞ്ചമിൻ, മനശ്ശെയും ബെന്യാമീനും. നമ്പേഴ്സ് ചാപ്റ്റർ 2 വേഴ്സ് 18-24. സംഖ്യാപുസ്തകം 2-ാം അധ്യായം 18 മുതൽ 24 വരെയുള്ള വാക്യം. അതിൻ്റെ സൗത്ത് സൈഡിൽ നമ്മൾ ചിന്തിച്ചു കെഹാത്യരാണ് കിടക്കുന്നത്. അതിൽ ഇസ്രായേലിൻ്റെ 3 ഗോത്രങ്ങൾ, പ്രധാനപ്പെട്ട ഗോത്രം രൂബേനോടുകൂടെ ചേർന്ന് കിടക്കുന്ന 2 ഗോത്രങ്ങൾ ശിമെയോൻ ആൻഡ് ഗാദ്, ശിമെയോൻ ഗോത്രവും ഗാദ് ഗോത്രവും. നമ്പേഴ്സ് ചാപ്റ്റർ 2 വേഴ്സ് 10-16. ചീഫ് എന്ന് നമ്മൾ പറഞ്ഞത് ഈ ഓരോ ചുറ്റുപാട് കിടക്കുന്ന ലേവി മക്കളിൽ അതിലൊരു നായകനുണ്ട്. ഒരു പർട്ടിക്കുലർ ഗോത്രത്തിൽ ഒരാളായിരിക്കും ഒരു നായകനായിരിക്കുന്നത്, അവരിൽ നിന്ന് തന്നെ. എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ 3 വെളിയിൽ കിടക്കുന്ന ഇസ്രായേലിൻ്റെ 3 ഗോത്രങ്ങളിൽ ആ 3 ഗോത്രങ്ങൾക്കൊരു നേതാവുണ്ട്. ആ നേതാവ് എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ ഗോത്രത്തിൻ്റെ പ്രഭുവായിരിക്കും അതിൻ്റെ നേതാവ്. അതുകൊണ്ടാണ് ഹീസ് ദ ചീഫ് എന്ന് ഞാൻ പറഞ്ഞു വന്നത്. നമ്മൾ ഈ ഭാഗം നമ്മൾ പഠിക്കേണ്ട വിഷയമെന്ന് പറയുന്നത്, ഇസ്രായേൽ മക്കൾക്ക് ഇഷ്ടം പോലെ നടക്കുവാനോ പോകുവാനോ സാധ്യമല്ല. ദൈവം അവർക്ക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ആ സിസ്റ്റത്തിൽ കൂടെയാണ് അവർ മുൻപോട്ട് പോകേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ അത് ഇവർ ഓരോരുത്തരും ഈ ഗോത്രത്തിൽ തന്നെ, അല്ലെങ്കിൽ ഇവർക്കെല്ലാവർക്കും ഓരോ കൊടിയുണ്ട്. ആ കൊടിക്കരികിലാണ് അവർ പാളയം. ഒരു വാക്യം വായിക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുക. 2-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാട്ടോ. 2-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. നമ്പേഴ്സ് ചാപ്റ്റർ 2 വേഴ്സ് 2. ഇസ്രായേൽ മക്കളിൽ ഓരോരുത്തൻ താൻ്റെ ഗോത്രത്തിൻ്റെ അടയാളത്തോടു കൂടിയ കൊടിക്കരികെ പാളയം ഇറങ്ങണം. അപ്പോൾ ഇവർക്ക് 12 ഗോത്രങ്ങൾക്കും എന്തോ ഉണ്ട്, അവർക്ക് ഒരു കൊടിയുണ്ട്. കൊടി അവരുടെ അടയാളമാണ്. ഈ ഓരോ ഭാഗത്ത് 3 ഗോത്രം. എന്നാൽ അവിടെ തുടർന്ന് വായിച്ചിട്ട് അതിൻ്റെ 3-ാമത്തെ വാക്യം കൂടെ. അവിടുത്തെ ആദ്യത്തെ ഗോത്രത്തിൻ്റെ പേരാണ് യഹൂദ ഗോത്രം. അപ്പോൾ അവരെയാണോ ആ പർട്ടിക്കുലർ 3 ഗോത്രങ്ങളുടെ ചീഫായിട്ട് വെച്ചത്. നിങ്ങൾ മനസ്സിലാക്കണം, ഓരോ ഗോത്രങ്ങൾക്കും ഒരു കൊടി അടയാളമുണ്ട്.
ഈ 4 നിൽക്കുന്ന 4 പ്രധാനപ്പെട്ട ഗോത്രങ്ങൾക്കും ഒരു കൊടി അടയാളമുണ്ട്. അപ്പോൾ ഈ കൊടിയൊക്കെ വെളിപ്പെടുത്തുന്നത് കംപ്ലീറ്റ്ലി കർത്താവായ യേശുവിനെയാണ് വെളിപ്പെടുത്തുന്നത്. നമ്മൾ അത്രയും നമ്മളങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യം നമുക്കിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങ് വിട്ടുകളയുകയാണ്. അപ്പോൾ ഈ ഓരോ കൊടിയും കർത്താവായ യേശുവിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇവിടെ ആദ്യം പറയുന്നത് യഹൂദ ഗോത്രത്തിൻ്റെ കൊടിക്കീട്. ആ കൊടിക്കീഴിലാണ് മറ്റുള്ള 2 ഗോത്രങ്ങളും കൂടെ പോകേണ്ടത്. യഹൂദ ഗോത്രം പോകണം, അതിൻ്റെ പിന്നാലെയാണോ ഈ പറയപ്പെടുന്ന 2 ഗോത്രങ്ങൾ പോകേണ്ടത് എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ദൈവം കൊടുത്തിരിക്കുന്ന ഉടമ്പടിക്ക് അനുസരണമായിട്ട്, ദൈവം കൊടുത്തിരിക്കുന്ന ചട്ടങ്ങൾക്കും കൽപ്പനകൾക്കും അനുസരണമായിട്ട് ഒരു മാർച്ച് പാസ്റ്റാണ് ഇവർ ചെയ്തുകൊണ്ടേയിരുന്നത്. മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ പടജനം കടന്നു വരുന്ന പോലെ കൊടിയൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ ഇസ്രായേൽ മക്കളുടെ മരുഭൂ പ്രയാണം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ ഈ പ്രയാണം ചെയ്ത കൂട്ടത്തിൽ ഇവിടെ നമ്മുടെ വിഷയം ഇവിടെയാണ്. കെഹാത്യര് ആ പ്രത്യേകമായിരിക്കുന്ന ഭാഗത്ത് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. സൗത്ത് സൈഡിൽ കെഹാത്യര് കിടപ്പുണ്ട്. അതിൻ്റെ ഈസ്റ്റ് സൈഡിലേക്ക് നമ്മൾ നോക്കിയാൽ നമ്മളിവിടെ കാണുന്നത് അഹരോനും അഹരോൻ്റെ മക്കളും അഥവാ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ് അവിടെ കിടക്കുന്നത്. എന്താണ് ഈ കെഹാത്യരുടെ ജോലി എന്ന് പഠിച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. കെഹാത്യരുടെ ജോലി വായിച്ചോട്ട് നമ്പേഴ്സ് 3-ാം അധ്യായം 31-ാമത്തെ വാക്യം. നമ്പേഴ്സ് ഈ ഓരോ ഗോത്രങ്ങൾ ചുറ്റുപാട് കിടക്കുന്നവർക്ക് ഓരോ ജോലി ദൈവം കൊടുത്തിട്ടുണ്ട്. സമാഗമന കൂടാരവുമായിട്ട് ബന്ധത്തിലാണ്. ലേവി ഗോത്രം പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. അവർ സമാഗമന കൂടാരവുമായിട്ടുള്ള ചുറ്റിപ്പറ്റിയുള്ള പണിയാണ് അവർ ചെയ്തുകൊണ്ടേയിരിക്കേണ്ടത്. എന്നാൽ ഇവിടെ അഹരോനും മക്കളും പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം വിളിച്ചിരിക്കുമ്പോൾ ബാക്കിയുള്ള ഗോത്രങ്ങൾക്ക് എന്താണ് ജോലി? ഈ കെഹാത്യരുടെ ജോലി എന്ന് വായിച്ചാട്ട് 3-ാം അധ്യായം 31-ാമത്തെ വാക്യം 29 വായിച്ചാട്ട്. കെഹാത്യ കുടുംബങ്ങൾ. അപ്പോൾ കെഹാത്യ കുടുംബത്തിൻ്റെ ഒരു മകനാണ് കോരഹ് എന്ന് പറയും. നമ്മളതിലേക്ക് കടന്നു വരും. ഓക്കെ, അവർ നോക്കേണ്ടത് ഏതൊക്കെ? അവർ നോക്കേണ്ടത് പെട്ടകം, മേശ, നിലവിളക്ക്, പീഠങ്ങൾ, ഉപകരണങ്ങൾ. ഇവർക്ക് കൊടുത്തിരിക്കുന്ന ജോലി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സകല ഉപകരണങ്ങളും ഇവരാണ് ചുമന്നുകൊണ്ട് നടക്കേണ്ടത്. കെഹാത്യരുടെ ചുമതലയാണ് നീയപ്പെട്ടകം ചുമന്നുകൊണ്ട് നടക്കുക. കെഹാത്യരുടെ ചുമതലയാണ് നിലവിളക്ക് പൊക്കിയെടുത്ത് നടക്കുക. കെഹാത്യരുടെ ചുമതലയാണ് കാഴ്ചയപ്പം വെക്കുന്ന മേശ ചുമക്കുക. ഇതെല്ലാം കെഹാത്യർ എന്ന് പറഞ്ഞാൽ സമാഗമന കൂടാരത്തിൽ വളരെ പ്രധാനപ്പെട്ട പല വസ്തുക്കളും ചുമക്കുന്ന ഒരു ജോലിയാണ്. അഥവാ അതിവിശുദ്ധമായിരിക്കുന്ന പല വസ്തുക്കളെയും അടുത്ത് ചെല്ലുവാൻ തക്കവണ്ണം ദൈവം അവർ തിരഞ്ഞെടുത്ത ഒരു ഗോത്രമാണ്, ഒരു കൂട്ടമാണ് കെഹാത്യർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം, നിങ്ങൾ മനസ്സിലാക്കണം, സമാഗമന കൂടാരത്തിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ അഹരോന് അല്ലാതെ, മോശയ്ക്കും അല്ലാതെ ദൈവത്തിൻ്റെ സാക്ഷ്യ കൂടാരത്തിലേക്ക് കൂടെ കൂടെ കടന്നു ചെല്ലുവാൻ ആർക്കും സാധ്യമല്ല. പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി അകത്തേക്ക് കടക്കണമെങ്കിൽ അഹരോനും അവൻ്റെ മക്കളുമായിരിക്കണം. അങ്ങനെയെങ്കിൽ ഈ പറയപ്പെടുന്ന സാക്ഷ്യ കൂടാരമോ ഈ പറയപ്പെടുന്ന നിലവിളക്കോ ഇവർക്കാർക്കും ഒന്നും കാണുവാൻ സാധ്യമല്ലെങ്കിലും ഇവിടെ കൊണ്ട് ഓരോ സ്ഥലത്ത് ഇവർ മാറി മാറി പാളയം അടിക്കുമ്പോൾ ഇവർ കൊണ്ട് ഇറക്റ്റ് ചെയ്യേണ്ടതും അത് പൊക്കിയെടുത്തുകൊണ്ട് പോകേണ്ടതുമായിരിക്കുന്ന വലിയ ചുമതലയാണ് കെഹാത്യർക്ക് കൊടുക്കുവാനിടയായി. എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള 2 ചുറ്റുപാട് കിടക്കുന്ന ഗോത്രങ്ങളെക്കാൾ ഈ കെഹാത്യർക്ക് ഒന്നുകൂടെ വിലപിടിപ്പുള്ള ജോലിയാണ് കൊടുത്തത്. മറ്റവരുടെ ജോലി നിങ്ങൾ പെട്ടെന്ന് ഒന്ന് വായിച്ചാട്ട്. 1 ഗെർശോന്യരുടെ ജോലി 3-ാം അധ്യായം 23-ാമത്തെ വാക്യം. 3-ാം അധ്യായം 23-ാമത്തെ വാക്യം. 24-ാമത്തെ വാക്യം കൂടെ. 25-26. ഇവിടെ പറയുന്ന അവരുടെ ജോലി എന്ന് പറയുന്നത് തിരുനിവാസം എന്ന് പറഞ്ഞാൽ ചുറ്റുപാടും കിടക്കുന്നതായിരിക്കുന്ന മറശ്ശീല അതിൻ്റെ താഴോട്ട്. അപ്പോൾ ഇവർക്ക് പ്രധാനമായിട്ട് ചുമക്കേണ്ട കാര്യമെന്ന് പറയുന്നത് മറശ്ശീലയാണ്. അതാണ് ഇവർക്ക് ചുമക്കുവാനായിട്ടുള്ളത്. പുറത്തു കൊണ്ട് വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ സമാഗമന കൂടാരം മൂടുന്ന പുറമൂടി, അതോടൊപ്പം തന്നെ പ്രാകാരവാതിലെ മറശ്ശീല, ഇതൊക്കെ ചുമക്കാനാണ് ഈ കൂട്ടരെ ദൈവം വിളിച്ച്, അടുത്ത കൂട്ടരെ ദൈവത്തിന് വേണ്ടി വിളിച്ച്. മെരാരി വായിച്ചോട്ടെ 3-ാം അധ്യായം 36-37.
ഇവർ ചെയ്യേണ്ട ജോലി എന്ന് പറഞ്ഞാൽ തിരുനിവാസത്തിൻ്റെ പലക, അന്താഴം ഇങ്ങനെയുള്ളതായിരിക്കുന്ന വസ്തുക്കൾ ചുമക്കുവാനാണ് ഇവരെ തിരഞ്ഞെടുത്തത്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ 3 കൂട്ടരിൽ വെച്ച് നമ്മൾ നോക്കിയാൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ജോലി ചെയ്യുവാൻ തക്കവണ്ണം ദൈവം വിളിച്ചതെന്ന് പറയുന്നത് കെഹാത്യരെയാണ്. കെഹാത്യരാര്? 1-2 വാക്യങ്ങളോട് വായിച്ചോട്ട് പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം എന്ന് എടുത്താട്ട് 6-ാം അധ്യായം 17, 20, 21. 6-ാം അധ്യായം 17, 20, 21. ഗർശോന്റെ പുത്രന്മാർ കെഹാത്തിന്റെ പുത്രന്മാർ അമ്രാം, ഇസ്ഫാർ, ഹെബ്രോൻ. വായിച്ചോട്ട് ഉസിയേൽ. മതി. അതിൻ്റെ 20-ാമത്തെ വാക്യം. അബ്രാം തൻ്റെ പിതാവായ യോഖെബേദിനെ വിവാഹം കഴിച്ചു. അപ്പോൾ കെഹാത്തിൻ്റെ മക്കൾ തന്നെയാണ് ആര്? മോശയും അഹരോനും. അതൊന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടി 2 താഴോട്ട് വായിച്ചു. 21. ഇസ്ഹാരിൻ്റെ പുത്രന്മാർ കോരഹ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇവരെല്ലാം ഏതിൽ നിന്ന് ജനിച്ചവരാ? കെഹാത്തിൽ നിന്ന് ജനിച്ച. ശ്രദ്ധിച്ചോണേ, ഇതിനകത്ത് മിസ്റ്ററി ഇവിടെയാണ് കിടക്കുന്നത്. ഒന്നുകൂടെ വായിച്ചാട്ട് 17-ാമത്തെ വാക്യം. കെഹാത്തിന്റെ പുത്രന്മാർ അബ്രാം. നിങ്ങൾ മനസ്സിലാക്കണം, അബ്രാമിൻ്റെ പുത്രൻ അവിടെ കെഹാത്തിൻ്റെ പുത്രന്മാരെക്കുറിച്ച് 4 പുത്രന്മാരെക്കുറിച്ച് പറയുന്നു. അതിൽ മൂത്ത മകനാണ് ആര്? അമ്രാം. അതിൻ്റെ ഏറ്റവും ഇളയ മകനാണ് ആര്? ഉസിയേൽ. ശ്രദ്ധിച്ചോണേ, ഈ 2 പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തോണേ. 1 മൂത്ത മകൻ അബ്രാമും, 2 ഏറ്റവും ഇളയ മകൻ ഉസിയേലും. എന്നാൽ കോരഹിൻ്റെ അപ്പൻ്റെ പേര് എവിടെ കിടക്കുന്നു? നിങ്ങൾ നോക്കണം, അവിടെ പറയുന്നത് 2-ാമത് ഇസ്ഫാരിൻ്റെ പുത്രന്മാർ 21. ഇസ്ഫാരിൻ്റെ പുത്രന്മാർ. അപ്പോൾ കോരഹ് എന്ന് പറയുന്നത് 2-ാമത്തെ മകൻ്റെ, കെഹാത്തിൻ്റെ 2-ാമത്തെ മകൻ്റെ മകനാണ് കോരഹ് എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചോണേ, ഇതിനകത്ത് വളരെ വാല്യൂ ഉണ്ട്. ഞാൻ എൻ്റെ പോയിന്റ് കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, കെഹാത്തിൻ്റെ 4 മക്കൾ. മൂത്ത മകനാണ് അബ്രാമിന് ജനിച്ചതാണ് 2 മക്കൾ, അഹരോനും മോശയും. അതാണ് ഒരു ഒന്നായിരിക്കുന്നത്. നെക്സ്റ്റ് അവരിൽ നിന്ന് ജനിച്ചതായിരിക്കുന്ന ഈ കെഹാത്തിൻ്റെ മക്കളിൽ നിന്ന് ജനിച്ചതായിരിക്കുന്ന നെക്സ്റ്റ് 2-ാമത്തെ മകന് ജനിച്ചതാണ് കോരഹ് എന്ന് പറയുന്നത്. ഇവിടെ കോരഹ് 2-ാമത്തെ മകനാണെങ്കിൽ ആദ്യത്തെ മകൻ ജനിച്ച മക്കൾക്കാണ് പൗരോഹിത്യം സംബന്ധിച്ച് ദൈവം ഈ പദവി കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ശ്രദ്ധിച്ചോണേ, എല്ലാവരും ആര് തന്നെയാണ്? വല്യപ്പച്ചനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വല്യപ്പൻ്റെ മക്കൾ തന്നെയാണ്. എന്നാൽ ഇവർക്ക് എന്ത് സംഭവിച്ചു? ഒരു പ്രത്യേകമായിരിക്കുന്ന പദവിയിലേക്ക് അവർ മാറ്റപ്പെട്ടു. നിങ്ങൾ മനസ്സിലാക്കണം, നിയമപരമായിട്ട് ഇവിടെ കെഹാത്ത് തൻ്റെ മക്കൾക്ക്, മൂത്ത മകനാകുന്ന അബ്രാമിൻ്റെ 2 മക്കൾക്ക് പൗരോഹിത്യ ശുശ്രൂഷ കൊടുത്തു എങ്കിൽ അടുത്ത പ്രധാനപ്പെട്ട ഒരു സ്ഥാനം കൊടുക്കേണ്ടത് ആർക്കായിരുന്നു? 2-ാമത്തെ മകനാണ്. എന്നാൽ നിങ്ങളൊന്ന് വായിച്ചാട്ട് അതിൻ്റെ 3-ാം അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു വന്നാട്ട് 3-ാം അധ്യായം അതിൻ്റെ 29, 30-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. 29, 30 വാക്യം. സംഖ്യാപുസ്തകം താഴോട്ട്. കെഹാത്യ കുടുംബങ്ങൾക്ക് ഉസിയേലിൻ്റെ മകൻ എലിസാഫാൻ പ്രഭുവായിരിക്കണം. ശ്രദ്ധിക്കണം, ഇവിടെ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ട്, ഉസിയേൽ എത്രാമത്തെ മകനാ? കെഹാത്തിൻ്റെ മക്കളിൽ എത്രാമത്തെ മകനാ ഉസിയേൽ? ഒടുവിലത്തെ മകൻ, ഏറ്റവും ഇളയ മകൻ. എന്നാൽ ഇപ്പോൾ എന്ത് സംഭവിച്ചു? സമാഗമന കൂടാരത്തിൽ ഒരു പൊസിഷൻ കൊടുത്തപ്പോൾ നോർമലി ആർക്കാ കൊടുക്കേണ്ടിയിരുന്നത്? ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ മൂത്ത മകനെയും മക്കളെയും എങ്ങോട്ട് മാറ്റി? പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആ കിഴക്ക് വശത്തേക്ക് മാറ്റി. എന്നാൽ മറ്റേ സൈഡിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ 2-ാമത്തെ സ്ഥാനം നോർമലി കൊടുക്കേണ്ടത് ആർക്കാ? 2-ാമത്തെ പൊസിഷൻ കൊടുക്കേണ്ടത് 2-ാമത്തെ മോഹന. 2-ാമത്തെ മോഹന് ഈ പൊസിഷൻ കൊടുക്കുകയായിരുന്നുവെങ്കിൽ ആരായിരിക്കണം ആ സ്ഥാനത്തിന് ലീഡറായിട്ട് വരേണ്ടത്?
കോരഹ വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സൗത്ത് സൈഡിൻ്റെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് കടന്നു വരണമെങ്കിൽ നോർമലി സംഭവിക്കേണ്ടത് ആരെയാ തിരഞ്ഞെടുക്കേണ്ടത്? കോരഹിനെ. എന്നാൽ പകരം ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാ? കോരഹിൻ്റെ സ്ഥാനത്തെ വിട്ടുമാറ്റി എന്ന് പറഞ്ഞാൽ മൂപ്പൻ്റെ സ്ഥാനത്തെ കളഞ്ഞേച്ച് ഒരു ഇളയ കൊച്ചനെ പിടിച്ച് ആരാക്കി വെച്ചു? ഇഷ്ടപ്പെടുവോ? ഇഷ്ടപ്പെടുവോ? പറഞ്ഞാട്ടെ. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് നിങ്ങൾ പിടികിട്ടിയോ? ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് സ്വാഭാവികമായിട്ട് അവിടെ നേതാവായി നിർത്തേണ്ടത് കോരഹ. എന്നാൽ ഇപ്പോൾ ഇവിടെ കോരഹിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി പകരം 4ാമത്തെ മോനെ പിടിച്ച് ആരാക്കി? നേതാവാക്കി. ഇഷ്ടപ്പെടുവോ? ഇവിടെയാണ് കോരഹിൻ്റെ പ്രശ്നം തുടങ്ങുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു വരുമ്പോൾ, എൻ്റെ വിഷയം അതായിരിക്കുമെന്ന്, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു വരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകളായി ഇത്. കാരണം പണ്ട് തൊട്ടേ പറയുവാൻ സാധിക്കുന്ന പഴമ വിട്ടേച്ച് ഇന്നലെ വന്നൊരു കൊച്ചനെ പിടിച്ച് ന്യായാധിപതിയാക്കി, ഇന്നലെ വന്ന ഒരു കൊച്ചനെ പിടിച്ച് അധികാരിയാക്കിയിട്ട് ഇത്രയും പ്രായമുള്ള പുള്ളിയോട് പറയുക, നീ എന്തോ ചെയ്തോളാൻ? അവന് എന്ത് ചെയ്യണം? കീഴ്പ്പെട്ടിരിക്കണം. നിങ്ങൾ മനസ്സിലാക്കിയോ ഞാനീ പറഞ്ഞു വരുന്ന പോയിന്റ്? ഞാൻ ഇതെല്ലാം വരപ്പിച്ചുകൊണ്ട് വന്നേ. മനസ്സിലായോ? ഇവിടുത്തെ വിഷയം ഇവിടെയാ. ഇന്നലെ വന്നൊരു കൊച്ചനെ പിടിച്ച്, ഇന്നലെ വന്നത് എൻ്റെ ഭാഷയെ പറഞ്ഞു, ഇന്നലെ വന്നൊന്നും അല്ല, ഇളയ മകൻ്റെ സന്തതിയെ പിടിച്ച് കോരഹ ആയിരിക്കേണ്ട സ്ഥാനത്ത് നിന്ന് അവനെ മാറ്റിക്കൊണ്ട് അവനെ തിരഞ്ഞെടുക്കാതെ ഈ പുള്ളിയെ പിടിച്ച് ആ സ്ഥാനത്ത് വെച്ച് കോരഹന് ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടത്തില്ലയോ? ഇവിടെയാണ് കോരഹിൻ്റെ പ്രശ്നം തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടേണ്ട പൊസിഷൻ എനിക്ക് കിട്ടിയില്ല. സമാഗമന കൂടാരത്തിൽ ഞാൻ നിൽക്കേണ്ട സ്ഥാനത്ത് എന്നെ നിർത്തിയില്ല. ഈ പുള്ളി ആക്കെതിരായിട്ട് നിന്നു. ഇവിടെ പറയപ്പെടുന്നത് കോരഹിൻ്റെ പ്രശ്നം മോശ ചോദിക്കുകയാണ്, നിന്നെ ദൈവം തൻ്റെ വിശുദ്ധ വസ്തുക്കളോട് അടുത്തു വരുമാറാക്കിയല്ലോ എന്ന് പറഞ്ഞാൽ നീയപ്പെട്ടവും നിലവിളക്കും ഒക്കെ ചുമക്കുവാനുള്ള ചുമതല ആർക്ക് ലഭിച്ചതാ? കോരഹിന്. ഇത്രയും അടുത്തു വരുവാനുള്ള ചുമതല കൊടുത്തെങ്കിലും എന്ത് കൊടുത്തില്ലേ? ഇപ്പോൾ കോരഹിന് ആവശ്യമായിരിക്കുന്നത് പൗരോഹിത്യം കൂടെ നീയോ കാക്ഷിക്കുന്നുവല്ലോ. അങ്ങനെയെങ്കിൽ കോരഹിൻ്റെ ഡയറക്റ്റ് പ്രശ്നമെന്ന് പറയുന്നത് ആരോടാ? അഹരോനോടാ. എന്താ പ്രശ്നത്തിൻ്റെ കാരണം? എനിക്ക് കിട്ടുന്ന പൊസിഷൻ മറ്റൊരാൾക്ക് കൊടുത്തു. അസംതൃപ്തമായിരിക്കുന്ന ഒന്ന് തനിക്ക് സംതൃപ്തമല്ല. അവിടെ നിർത്തിയതായിരിക്കുന്ന ദൈവത്തിൻ്റെ ആ സെലക്ഷനകത്തു യാതൊരു സംതൃപ്തിയുമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇങ്ങനെ നിൽക്കുന്ന കോരഹന് തൻ്റെ ഉള്ളിൽ ഇത്രയും ഒരു പ്രയാസം, ഭാരവും വേദനയും എല്ലാം കൂടെ കോരഹ നിൽക്കുക. നിങ്ങൾ ആ ചാർട്ടിലേക്കൊന്ന് നോക്കിയേ. അതിൻ്റെ വായിച്ചിട്ട് ഒരു വാക്യം ഒന്ന് വായിച്ചിട്ട് നിങ്ങൾ അതിലേക്ക് 16-ാം അധ്യായം 1-ാമത്തെ വാക്യം. കോരഹനോട് ആരൊക്കെ ചേർന്നു? അപ്പോൾ കോരഹിനോടുകൂടെ ചേർന്നത് രൂബേൻ ഗോത്രത്തിൽ ഏലിയാവിൻ്റെ പുത്രന്മാരായ ദാദാ, അബീരാം. മതി, ഇത്രയും മതി. അപ്പോൾ കോരഹിനോട് കൂടെ ഇപ്പോൾ ഒരു ഇഷ്യൂവിന് നിൽക്കുന്ന 2 കൂട്ടം ആൾക്കാരെന്ന് പറയുന്നത്, ഒന്ന് ദാദാനും അബീരാമും. എന്താ ഇവരുടെ പ്രശ്നം? ഇവരാര്? ഇവരെന്ന് പറയുന്നത് രൂബേൻ ഗോത്രത്തിൽ വന്നവരാ. എന്താ രൂബേൻ ഗോത്രത്തിൻ്റെ പ്രശ്നം? രൂബേൻ ഗോത്രത്തിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് ഇവിടെ പ്രൈം സ്ഥാനം അഹരോനോടുകൂടെ ചേർന്ന് നിൽക്കുവാനുള്ള പൊസിഷൻ ആർക്കാ കൊടുത്തത്? നിങ്ങൾ നോക്കിയേ, ഈ സൈഡിൽ ആരാ നിൽക്കുന്നത്? യഹൂദ ഗോത്രം. അങ്ങനെയെങ്കിൽ വാസ്തവത്തിൽ ആ പൊസിഷൻ ആര് കൈവശമാക്കേണ്ടതാ? മൂത്ത മകൻ എന്നുള്ള പദവിയിൽ നിന്നുകൊണ്ട് ആ ഈസ്റ്റ് സൈഡിൻ്റെ ലീഡർഷിപ്പ് നിൽക്കുവാനുള്ള സകല യോഗ്യതയും രൂബേന. എന്നാൽ രൂബേനെ കൊണ്ട് നേതാവാക്കിയിട്ടുണ്ട്. പക്ഷെങ്കിൽ രൂബേനെ എവിടുത്തെ നേതാവാക്കി? രൂബേനെ കൊണ്ട് സൗത്ത് സൈഡിൻ്റെ ഒരു ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവന്നു.
നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ രൂപേന് ഒരു കാര്യം മനസ്സിലാക്കി. തൻ്റെ ജീവിതത്തിൽ എന്താ തൻ്റെ പ്രശ്നം എന്താന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, തനിക്ക് ലഭിക്കേണ്ടതായിരിക്കുന്ന പൊസിഷൻ തനിക്കും മനസ്സിലായോ, നിൽക്കേണ്ടത് എവിടെയാ? അപ്പം ഇവർ രണ്ടുപേരെയും ദൈവം നിർത്തിയെങ്കിലും ഇവർക്ക് രണ്ടുപേർക്കും ദൈവം നിർത്തിയതായിരിക്കുന്ന പൊസിഷനിൽ ഇവരാരല്ല, സംതൃപ്തരല്ല. ഇവരുടെ അസംതൃപ്തിയാണ് ഇവരുടെ പ്രശ്നത്തിന് കാരണം. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യമായിരുന്നു ഇത്. ഈ കോരഹും നിങ്ങൾ മനസ്സിലാക്കണം, ഇത്ര ലക്ഷം 19 ലക്ഷമുള്ള ജനക്കൂട്ടത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഒരേ മനസ്ഥിതിയോടുകൂടെ അല്ലെങ്കിൽ ഒരേ ചിന്താഗതിയോടുകൂടെ അല്ലെങ്കിൽ ഒരേ അവസ്ഥയിൽ നിൽക്കുന്നവർ ഒരുമിച്ച് കൂടുവാൻ വളരെ പെട്ടെന്ന് ഒരു സാഹചര്യം കിട്ടി. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ പറഞ്ഞു വരുന്നത് പോയിന്റ് മനസ്സിലാക്കണം. ഓൾറെഡി കോരഹന് എന്തുണ്ട്? അസംതൃപ്തമായ മനസ്സുണ്ട്. എന്തുകൊണ്ട്? തനിക്ക് കിട്ടേണ്ട പൊസിഷൻ കിട്ടിയില്ല. രൂപേന് ഓട്ടോമാറ്റിക്കായിട്ട് എന്തോ ഉണ്ട്, തനിക്കും കിട്ടേണ്ട പൊസിഷൻ കിട്ടിയില്ലെന്നുള്ള പരാതി തൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. ഇത് രണ്ടു പേരുടെ ഉള്ളിൽ കിടക്കുമ്പോൾ ഈ രണ്ടു പേർക്കും ഒന്ന് ആ നിങ്ങളുടെ ചാട്ടൊന്ന് നോക്കിയേ, ഈ രണ്ട് കൂട്ടരും എവിടെ വന്നെന്ന് നോക്കിയേ. ഒന്ന് ചാട്ടം നോക്കിയോ? രണ്ടും എവിടെ വന്നു? എൻ്റെ ഭാഷയെ പറഞ്ഞാൽ, ഇങ്ങനെ കോരഹും ദാഥാനും അബീരാമും ഒരുമിച്ച് കൂടാൻ ഒരു ചാൻസ് കിട്ടിയതിൻ്റെ കാരണം ഇവർ മൂന്ന് കൂട്ടരും കൂടെ എവിടെ വന്നു? ഒരേ വശത്ത് വന്നു. എൻ്റെ ഭാഷയെ ഞാനിപ്പോൾ ആരെ പറയും? കോരഹിൻ്റെ വേദന ഒന്ന് പുറത്ത് പറയാൻ തനിക്ക് ആരുമില്ല. ഇങ്ങനെ താൻ നോക്കിയിരിക്കുക. രൂപേൻ്റെ മക്കൾക്കും പറയാൻ ആരുമില്ല, അവരും നോക്കിയിരിക്കുക. ഇങ്ങനെ വന്നപ്പോഴാ ഈ മൂന്ന് പേരും കൂടെ ഒന്നൊരുമിച്ച് കൂടും. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഈ 6 ലക്ഷം പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ 10-30 ലക്ഷം അടങ്ങുന്ന ജനത്തിൽ ഒരേ ചിന്താഗതിയോടുകൂടെ ഇരിക്കുന്ന 3 എണ്ണത്തെ അടുപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ പ്രവർത്തനമല്ലാതെ പിന്നെ എന്തോ ഒന്നാ? മനസ്സിലായോ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്? ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് മനസ്സിലായോ? ഞാൻ അതിൻ്റെ പോസിറ്റീവ് സൈഡ് അല്ല ഞാൻ പറഞ്ഞ, നെഗറ്റീവ് സൈഡിൽ കൂടെ ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം ഇത് ഒരിക്കലും ദൈവത്തിൻ്റെ പദ്ധതി ആയിരുന്നില്ല. പക്ഷെ ഒരു കാര്യം സത്യം, ചേരേണ്ടടത്ത് ചേർന്നു. മനസ്സിലായോ? ചേരേണ്ടടത്ത് ചേർന്നു. ഇന്നും ഇത് തന്നെയാ വിഷയം. എവിടെങ്കിലും ഒക്കെ കിടന്നാലും ചേരേണ്ടത് ആ ചേരേണ്ട സ്ഥാനത്ത് പോയി ചേരും. നിങ്ങൾ മനസ്സിലാക്കുന്നോ പറഞ്ഞു വരുന്നത്? നിങ്ങൾ മനസ്സിലായോ ഞാൻ പറഞ്ഞു വരുന്നത്? എന്താ ഈ ദാഥാൻ്റെ അബീരാമിൻ്റെ പ്രശ്നം എന്നാ? അവരുടെ പ്രശ്നക്കാർ ആരോടാ? ഒന്ന് വായിച്ചോട്ട് അതിൻ്റെ 12-ാമത്തെ 13-ാമത്തെ വാക്യം. നമ്പേഴ്സ് ചാപ്റ്റർ 16 വേഴ്സ് നമ്പർ 12 and 13. നിന്നെ തന്നെ നീ ഞങ്ങൾക്ക്. അപ്പോൾ ദാഥാൻ്റെ അബീരാമിൻ്റെ പ്രശ്നം ആരോടാ? മോശയോട്. കോരഹിൻ്റെ പ്രശ്നം ആരോടാ? രണ്ടുപേരുടെയും പ്രശ്നം രണ്ട് കൂട്ടരോടാണെങ്കിലും രണ്ടുപേരുടെ പ്രശ്നം എന്തു തന്നെയായിരുന്നു? ഒന്ന് തന്നെ. രണ്ടുപേരും അസംതൃപ്തരായിരുന്നു. തങ്ങളെ ആക്കി വച്ചിരിക്കുന്ന പൊസിഷനിൽ അവർ സംതൃപ്തരല്ല. സംതൃപ്തരല്ലാതിരുന്നത് കൊണ്ട് എന്തുണ്ടായി? ബിറ്റർനെസ് ഉണ്ടായി. ആ ബിറ്റർനെസ് അവരുടെ ജീവിതത്തിൽ എന്തു കൊണ്ടുവന്നു? ഒരു റിയാക്ഷനിലേക്ക് അവരെ കൊണ്ടുവന്നു. അതിൻ്റെ സമയം കടന്നു വന്നപ്പോൾ ആ 3 കൂട്ടരും ഒരുമിച്ച് കൂടിക്കൊണ്ട് എന്ത് ചെയ്തു? ഒരു വലിയ പ്രശ്നത്തിന് വേണ്ടി എഴുന്നേൽപ്പിച്ചു. ഇസ്രായേൽ ജനം മരുഭൂപ്രയാണം ചെയ്തതിനകത്ത് ആ കൂട്ടത്തിൽ കടന്നു വന്ന ഒരു വലിയ പ്രശ്നമായിരുന്നു ഇതെന്താ കൊച്ചു പ്രശ്നമാണ്? 2-3 പേരാണോ? വായിച്ചാട്ട് അതിൻ്റെ ആ 16-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. കോരഹ് അവർക്ക് വിരോധമായി. നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ച ആ ഭാഗം അവിടെ പറയുന്നത്, കോരഹ് അവർക്ക് വിരോധമായി. ആർക്ക് വിരോധമായി? അഹരോനും മോശയ്ക്കും വിരോധമായി എന്ത് ചെയ്തു? സർവസഭയും എന്ന് പറഞ്ഞാൽ ഈ 3 പേര് മാത്രമല്ല പോയിസണസ് ആയത്. അവരുടെ ഈ പോയിസൺ
എങ്ങോട്ടൂടെ പോയി? സർവസഭയിലേക്ക് കടന്നു. നിങ്ങൾ മനസ്സിലാക്കണേ, തുടങ്ങിയത് എവിടാ? നിങ്ങൾ മനസ്സിലാക്കുന്ന ഞാൻ പറഞ്ഞു വരുന്നത്, തുടക്കം ഒരു കൊച്ചു പ്രശ്നം, അവർക്കൊരു സംതൃപ്തമില്ലാത്തൊരു മനസ്സ്, തങ്ങളെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് അസംതൃപ്തരായി. ഈ അസംതൃപ്തി വെളിപ്പെടുത്തുവാനൊരു സാഹചര്യം അവർ നോക്കി. ആ സാഹചര്യം നോക്കി നിൽക്കുമ്പോഴാണ് ഒരു സാഹചര്യം അവരുടെ മുമ്പിൽ കടന്നു വന്നത്. തക്കനായിരിക്കുന്ന പാർട്ടികളെ ഒരുമിച്ച് കൂടി. ഇപ്പോൾ ഈ 3 പേര് മാത്രമല്ല ഇപ്പോഴത്തെ പ്രശ്നക്കാർ. ഒരു പ്രശ്നത്തിൻ്റെ വെളിപ്പെടുത്തലേക്ക് കടന്നു വന്നപ്പോൾ സഭയെ മുഴുവൻ എന്ത് ചെയ്തു? പോയിസണസ് ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കിയോ? ഈ ഭാഗം നിങ്ങൾ മനസ്സിലാക്കിയോ? എവിടുന്ന് തുടങ്ങി, എപ്രാരം അത് വ്യാപരിച്ചു, ആ ഹോൾ ദേശത്തെ, ആ ഹോൾ ജനത്തെ പോയിസണസ് ചെയ്യുവാനായിട്ട് കാരണമായി തീർന്നു. ഇപ്പോൾ നിൽക്കുന്നത് മോശയും അഹരോനും കൂട്ടരും ഒരു സൈഡിലും, ബാക്കിയുള്ളവരെല്ലാം മറു സൈഡിലുമാണ്. ഇവർക്ക് ന്യായം പറയാനുണ്ട്. എന്താ ഇവരുടെ ന്യായം? ഇവർക്ക് പറയാനുള്ളൊരു ന്യായം 16-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം, ചാപ്റ്റർ 5 വേഴ്സ് 5, അതിൻ്റെ 3-ാമത്തെ വാക്യം കൂടെ വായിച്ചാട്ടത്. കൂട്ടം കൂടി അവരോട്, ഇവരുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ സഭയെ ഒട്ടൊഴിയാതെ എല്ലാവരും ആര്? വിശുദ്ധ, സകല ജനവും വിശുദ്ധര. എന്നിട്ട് പ്രശ്നം മനസ്സിലായോ? ഇപ്പം ഇവരുടെ പ്രശ്നമെന്ന് നിങ്ങൾക്കറിയാം. മോശ ആരെയും തന്നെ ഉയർത്തുവാനായിട്ട് പോയില്ല എങ്കിലും ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന ഈ അസംതൃപ്തി, ഇല്ലാത്ത തെറ്റിനെ ലീഡറിൽ കൂടെ വെളിപ്പെടുത്തുക. വാസ്തവത്തിൽ മോശയുടെ ജീവിതത്തിൽ ആ ഒരു പ്രശ്നമില്ല. മോശ തന്നെ ഉയർത്തുവാനായിട്ട് പോയില്ല എങ്കിലും ഇവരുടെ അസംതൃപ്തി മോശയിൽ അവർ തെറ്റ് കണ്ടുപിടിക്കുവാനായിട്ട് ശ്രമിക്കുക. മോശയിൽ കൂടെ അവർ തെറ്റ് കാണുകയാണ്. എന്താ ഇവരുടെ വിഷയം? എന്നാ? ഇവർക്കൊന്ന് പറയാനുണ്ട്, മതി മതി മതി. എന്തുവാ? സഭ ഒട്ടൊഴിയാതെ ആരാകുന്നു? വിശുദ്ധരാ. പിന്നെ നിങ്ങൾ എന്തിനാ 2 പേരെ മാത്രം മാറ്റി നിർത്തുന്നത്? ഒട്ടൊഴിയാതെ വിശുദ്ധരാ. കാരണം യഹോവ അവരുടെ നടുവിൽ ഉണ്ട്. ശരിയല്ലേ? രാവിലെ മേഘസ്തംഭം കൊണ്ടും രാത്രി അഗ്നിസ്തംഭം കൊണ്ടും ദൈവത്തിൻ്റെ പ്രസൻസ് വെളിപ്പെടുത്തുന്നു. ദൈവം ഈ ജനത്തിന് എല്ലാവർക്കും വേണ്ടുന്ന ആഹാരങ്ങളും വേണ്ടുന്ന എല്ലാം കൊടുക്കുന്നു. ഒന്നിലും ദൈവം ഒരു മാറ്റം വരുത്തിയിട്ടില്ല. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇത്രയും പേരോട് ഒരുമിച്ചുണ്ടെങ്കിൽ ഇവർ പറഞ്ഞതിനകത്ത് എന്തോ തെറ്റ്? ദാതാനും അബീരാം പറഞ്ഞതിനകത്ത് ഒരു തെറ്റുമില്ല. കാരണം സഭ ഒട്ടൊഴിയാതെ വിശുദ്ധരാ. അവർ നോക്കുമ്പോൾ ദൈവ സാന്നിധ്യം അവരുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്, വിശുദ്ധനാണെന്നുള്ളതിൻ്റെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യം. എന്നാൽ മോശയ്ക്ക് ഒരു കാര്യം പറയുവാനുണ്ട്. ദൈവം തന്നോട് തന്നെ തിരഞ്ഞെടുത്തവനെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. എന്താ അതിന് മോശ ചെയ്തത്? നിങ്ങൾക്കറിയാം ഈ വിഷയം. എന്ത് സംഭവിച്ചു? ഇവരോട് ഇരുന്ന് ഈ കൂട്ടരോട് പറഞ്ഞു, ഓരോരുത്തരും ഓരോ ധൂപകലശമെടുത്ത് അതിൽ തീയിട്ട് സമാഗമന കൂടാരത്തിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. കൊണ്ടുവന്നപ്പോൾ ദൈവത്തിൻ്റെ തീ അവരുടെ മേൽ ഇറങ്ങി. അതിനു മുമ്പായിട്ട് എന്ത് സംഭവിച്ചു? ദാതാനെയും അബീരാമിനെയും കോരഹിനെയും കൃപയാൽ കോരഹിൻ്റെ മക്കൾ രക്ഷപ്പെട്ടുവെന്ന് തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ഈ പ്രിയപ്പെട്ടവർ ജീവനോടുകൂടെ അവർ പാതാളത്തിലേക്ക് കടന്നുപോയി. 2, എന്ത് സംഭവിച്ചു? ധൂപകലശം എടുത്തു മാറിയത് 250 പേരെ ദൈവം തീ അയച്ച് അവരെ ദഹിപ്പിച്ചു. പിന്നീട് എന്ത് സംഭവിച്ചു? ഇതിനോട് സപ്പോർട്ട് ചെയ്തു നിന്ന ഏതാണ്ട് 14,000-ഓളം ആൾക്കാരെ ദൈവം ബാധ അയച്ച് കൊല്ലുവാനായിട്ടിടയായിട്ട് എന്ന് പറഞ്ഞാൽ ഈ കൂട്ടത്തിൽ ഒതുങ്ങി നിന്നായിരിക്കുന്ന എല്ലാത്തിനെയും ദൈവം എന്ത് ചെയ്തു? ശ്രദ്ധിച്ചോണേ, വളരെ ദൈവം ശ്രദ്ധിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. നിന്റെ സഹോദരന് നീ ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അവൻ്റെ കഴുത്തിൽ ഒരു തിരികൽ കെട്ടി അവനെ സമുദ്രത്തിൻ്റെ ആഴത്തിൽ ഇട്ട് കളയുന്നത് അവന് നല്ലത്. എന്താ ഇവിടുത്തെ വിഷയം? എന്നിട്ട് മോശ ഒരു കാര്യം പറഞ്ഞു. ദൈവം ആരെയാണ് തിരഞ്ഞെടുക്കുന്നത് കാണിച്ചു തരുവാൻ പോകുക. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എല്ലാവരും കാര്യം ചെയ്യണം. നിങ്ങൾ 12 ഗോത്രങ്ങൾ 12 വടിയെടുക്കുവാനായിട്ട് പറഞ്ഞു. ആ 12 വടിയിൽ ഒരു വടിയിൽ ലേവി ഗോത്രത്തിൻ്റെ വടിയിൽ അഹരോൻ എന്നുള്ള പേരെഴുതി ഈ 12 വടിയും കൊണ്ട് സാക്ഷ്യ കൂടാരത്തിൽ വെക്കും. എന്തിനാണ് ദൈവം അത് വെക്കുവാൻ പറഞ്ഞ്? 17-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം, 5-ാമത്തെ വാക്യം കൂടെ.
ഞാൻ തിരഞ്ഞെടുക്കുന്ന ഒരു വടി തളുക്കും. അപ്പോൾ ദൈവം എന്തിനാ ഈ വടി കൊണ്ട് വെക്കുവാൻ പറഞ്ഞത്? ദൈവം ആരെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് വെളിപ്പെടുത്തുവാനാ. താൻ തിരഞ്ഞെടുക്കുന്നവന്റെ വടി തളുക്കും. എന്നിട്ട് താഴെ അപ്പോൾ രണ്ട് കാര്യമാണ് അതിനകത്തോടെ ദൈവം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചത്. ഇസ്രായേൽ മക്കൾ മേലാൽ അഹരോനെയും അവന്റെ മക്കൾക്കും എതിരായിട്ട് എന്ത് ചെയ്യത്തില്ല, അല്ലെങ്കിൽ പൗരോഹിത്യം സംബന്ധിച്ച് മേലാൽ പ്രവർക്കത്തില്ല. രണ്ട്, ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുക്കും ആരാണ് പുരോഹിതനായിട്ട് ദൈവം തിരഞ്ഞെടുത്തത്. ഈ വടിയെല്ലാം കൊണ്ട് സമാഗമന സാക്ഷ്യകൂടാരത്തിൽ വെച്ചു. അടുത്ത ദിവസം രാവിലെ നോക്കുമ്പോൾ ബാക്കിയുള്ള 11 വടിയും അതുപോലെ ജീവനില്ലാത്തതായിട്ടിരിക്കുന്നുവെങ്കിൽ 12ാമത്തെ വടി, അഹരോന്റെ പേരെഴുതിയ വടി, അത് തളുക്കുവാനും പൂക്കുവാനും ഫലം കായ്ക്കുവാനും തുടങ്ങി. അതിൽ കൂടെ ദൈവം ഒരു കാര്യം വെളിപ്പെടുത്തി, താൻ തെരഞ്ഞെടുത്തത് അഹരോനെയും അവന്റെ സന്തതിയെയുമാണ്. ഇത് ഈ സംഭവത്തിന് ശേഷം നമ്മൾ ദൈവവചനം പഠിച്ചാൽ ഒരു കാലത്ത് പോലും ഇസ്രായേൽ മക്കൾ പൗരോഹിത്യം സംബന്ധിച്ച് ആരോടും ഒരു മറുതലിപ്പ് കാണിച്ചിട്ടില്ല. ഇതോടുകൂടെ അവരുടെ മറുതലിപ്പ് പരിപൂർണമായിട്ട് അവസാനിപ്പിച്ചു. ദൈവം വ്യക്തമായിരിക്കുന്ന കാഴ്ചപ്പാടിൽ കൂടെ ദൈവം തിരഞ്ഞെടുത്തത് അഹരോനെയും അവരുടെ മക്കളെയും എന്നുള്ളത് സ്വർഗ്ഗത്തിലെ ദൈവം വെളിപ്പെടുത്തി. ഈ ദൈവം വെളിപ്പെടുത്തിയപ്പോൾ ദൈവം ചെയ്യുവാൻ ഇടയായിത്തീർന്നത്, ദൈവം ഈ വടിയെ തളർത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഉണങ്ങിക്കിടന്ന വടിയെ തളർത്തുവാനായിട്ട് ഇടയായിത്തീർന്നു, അതിനെ പൂക്കുവാനായിട്ട് കാരണമായിത്തീർന്നു. 3, അത് ഫലം കായ്ച്ചു. എന്താണ് തളുക്കുക എന്ന് പറഞ്ഞാൽ? നോട്ട് ചെയ്താട്ട്, വാട്ട് ഈസ് ബഡിങ്? തളുക്കുക എന്ന് പറയുന്നത് സിംബൽ ഓഫ് ലൈഫ്, ജീവന്റെ ലക്ഷണം. ജീവന്റെ ലക്ഷണം. 2, ബ്ലോസം, അത് പൂത്തു. എ ടോക്കൺ ഓഫ് ബ്യൂട്ടി. 3, ഫലം കായ്ച്ചു, ഫ്രൂട്ട്. എ സൈൻ ഓഫ് യൂസ്ഫുൾനെസ്. എ സൈൻ ഓഫ് യൂസ്ഫുൾനെസ്. ഇവിടെ 3 കാര്യങ്ങൾ സംഭവിച്ചു. 1, അഹരോന്റെ വടി തളുക്കുവാനായിട്ടിടയായിത്തീർന്നു. 2, അത് പൂക്കുവാനായിട്ടിടയായിത്തീർന്നു. 3, അത് ഫലം കായ്പാനിടയായിത്തീർന്നു. എന്താണ് അഹരോന്റെ വടി തളുത്തത്? നമുക്കറിയാം, ഇത് ജീവനില്ലാത്തൊരു വടിയാണെങ്കിലും ഈ വടിയുടെ മുകളിൽ എന്ത് സംഭവിച്ചു? ദൈവത്തിൻ്റെ ജീവനാണോ ജീവനില്ലാത്തിൽ കടന്നു വന്നത്? ശ്രദ്ധിച്ചോണേ, ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ജീവൻ അവനിൽ കടന്നു വന്നെങ്കിൽ മാത്രമേ അവന് ഫലം കൊടുക്കുവാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഹരോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഹരോന്റെ മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് ഒരു ജീവനില്ലാത്ത ഒരു വടി പോലെ മാത്രമായിരിക്കുന്നു. ഒരു ജീവനില്ലാത്തൊരു വടിയാണ്. എന്നാൽ ആ ജീവനില്ലാത്ത വടിയുടെ മേൽ ദൈവത്തിൻ്റെ ജീവൻ കടന്നു വരുമ്പോഴാണോ അത് ജീവൻ പ്രാപിക്കുവാൻ കാരണമായി. ശ്രദ്ധിച്ചോണേ, ദൈവത്തിന് ജീവൻ കടന്നു വരുമ്പോൾ അവൻ ജീവൻ പ്രാപിക്കുവാൻ ഇടയായിത്തീർന്നു. എൻ്റെ വിഷയം അഹരോൻ എന്നുള്ള വിഷയം മാത്രമല്ല, നമ്മുടെ കർത്താവായ യേശു ശ്രേഷ്ഠ മഹാപുരോഹിതൻ എന്നുള്ള വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ ഓർപ്പിക്കട്ടെ, യേശു ഒരു ഉണങ്ങിയ വടിയായിരുന്നു. എപ്പോൾ? നിങ്ങൾക്കറിയാം, 2 കള്ളന്മാരുടെ നടുവിൽ മൂന്നാമതൊരു കള്ളൻ എന്ന പോലെ ലോകം പഴിചാത്തിക്കൊണ്ട് ഒരുവൻ അവിടെ കിടക്കുക. നടുവിൽ ആരായിട്ട് കിടക്കുക? ഒരു കള്ളൻ എന്നുള്ള മുദ്രയിട്ടുകൊണ്ടാണ് കിടക്കുന്നത്. എന്നാൽ ഒന്ന് മനസ്സിലാക്കണം, എലോഹി എലോഹി ലെമ്മ ശബക്താനി എന്ന് വിളിച്ച് പ്രാണനെ വിട്ടപ്പോൾ തൻ്റെ ജീവൻ അതിൽ നിന്ന് മാറ്റപ്പെട്ടു. ജീവനില്ലാത്തതായിരിക്കുന്ന ഒന്ന്, വെറും ശവമായിരിക്കുന്ന ഒന്ന് അവിടെ ആ കുരിശിൽ കിടന്നുവെങ്കിൽ, ഒന്നുകൂടെ പറയുകയാണ്, ആ ജീവനില്ലാതിരുന്ന കമ്പിന്മേൽ ഒരു ജീവൻ കടന്നു വരുവാൻ ഇടയായിത്തീർന്നു. റോമക്കളേനം 8:11 ഇപ്രകാരം പറയുന്നു, യേശുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ. യേശുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചു. ആരുയർപ്പിച്ചു? ജീവനില്ലാത്ത വടിയെ ഉയർപ്പിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, എന്തിനു വേണ്ടി ഉയർപ്പിച്ചു? ഒരു മഹാപുരോഹിതനെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചു വേർതിരിച്ചു എന്ന് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം അവന്റെ വടി തളുത്തതുപോലെ എൻ്റെ അരുമനാഥനാകുന്ന യേശു പൗരോഹിത്യ ശുശ്രൂഷകൻ വിളിച്ചു വേർതിരിച്ചു എന്നുള്ളത് സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുമ്പോൾ ശ്രേഷ്ഠ മഹാപുരോഹിതനായി സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുന്ന യേശുവിനെ അവൻ എന്ത് ചെയ്തു? ദൈവം ജീവിപ്പിക്കുവാനിടയായിട്ട്. ഒരു ജീവനില്ലാത്ത വടി. എവിടുന്നാ ജീവൻ വന്നത്? താഴെ നല്ല കമ്പ് കൊണ്ട് കുഴിച്ചു വെച്ചിട്ടല്ല ജീവൻ വന്നത്.
ഈ ജീവൻ വന്നത് സ്വർഗത്തിൽ നിന്ന്. ഉയരത്തിലെ ജീവൻ സമാഗമന കൂടാരത്തിൽ, സാക്ഷ്യ കൂടാരത്തിൽ ഉയരത്തിൽ നിന്ന് ജീവൻ ആ വടിയുടെ മേൽ കടന്നു വന്നു. ആ വടി തളുക്കുവാൻ ഇടിയായിത്തീർന്നത് പോലെ കർത്താവ് അരുമനാഥനാകുന്ന യേശു ക്രിസ്തുവിന് മേൽ ദൈവത്തിൻ്റെ ജീവൻ കടന്നു വന്നു. യേശു തളക്കുവാനായിട്ടിടയായി തീർന്നു. അവൻ ജീവൻ പ്രാപിച്ചു. അതുകൊണ്ട് അവസാനിച്ചില്ല. രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് യേശു കടന്നുപോയി. എന്ത് ചെയ്തു? അത് പൂക്കുവാനായിട്ട് ഫലം കായ്ച്ചു. നിങ്ങൾക്ക് മനസ്സിലാക്കാം, മഹാപുരോഹിതനെ ദൈവം വിളിച്ചിരിക്കുന്നത് തൻ്റെ മഹത്വത്തിനും അലങ്കാരത്തിനുമായിട്ട്. അതാണ് പുറപ്പാട് 28:2-3 വാക്യം പറയുന്നത്. തൻ്റെ മഹത്വത്തിനും അലങ്കാരത്തിനുമായി എന്ന് പറഞ്ഞാൽ മഹാപുരോഹിതൻ എന്ന് പറയുന്നത് അലങ്കാരം ാണ്. മഹാപുരോഹിതൻ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നവനാണ്, ദൈവത്തിന്റെ ശ്രേഷ്ഠത വെളിപ്പെടുത്തുന്നവനാണ്, ദൈവത്തിന്റെ മനോഹരത്വം വെളിപ്പെടുത്തുന്നവനാണ്. ഇവിടെ ഇതാ ഒന്ന് നോക്കിയേ, ആ വെറും തടിയായി കിടന്ന, ജീവനില്ലാതെ കിടന്ന ആ കമ്പിന്മേൽ ഒരു ജീവൻ വന്നുവെന്ന് മാത്രമല്ല, അത് പൂക്കുവാനും ഇടയായി തീർന്നു. ഒന്ന് പൂത്തു. എന്ത് സംഭവിച്ചു? ആ പൂത്തത് കൊണ്ട് ഇന്ന് പുതിയ നിയമസഭയ്ക്ക് ലഭിച്ച ഒരു വലിയ അനുഗ്രഹമാണ്. എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്. ഞാൻ പോകാഞ്ഞാൽ ആര് വരത്തില്ല? കാര്യസ്ഥൻ വരത്തില്ല. എന്ത് സംഭവിച്ചു? പരിശുദ്ധാത്മാവാകുന്ന കാര്യസ്ഥൻ ഭൂമിയിലേക്ക് കടന്നു വന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയാമോ? മഹാപുരോഹിതൻ പൂത്തു നിൽക്കുന്നു എന്നുള്ളത് ഇന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കുന്നു. ഇന്ന് എന്നിലും നിങ്ങൾക്കൂടെ വെളിപ്പെടുന്ന ആത്മാവിൻ്റെ ഫലമുണ്ട്. അതാണ് മനോഹരമാക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതം പൂക്കുക മാത്രമാണോ? ഇന്ന് ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കുക. എന്തുവാ ചെയ്യുന്നത്? കർത്താവായ നമുക്ക് വേണ്ടി അപ്പോസ്തലനായ യോഹന്നാൻ ഇപ്രകാരം പറയുന്നു, പ്രിയമുള്ളവരെ, നമുക്കൊരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്ക് മുമ്പായിട്ട് സ്വർഗ്ഗത്തിലുള്ളത് കൊണ്ട് എന്ത് ചെയ്തു? നാം നമ്മുടെ സകല ഭാരങ്ങളും പാപങ്ങളും അവനോട് ഏറ്റുപറയുക. അവൻ നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമാണ്. ഇന്ന് ഞാനും നിങ്ങളും ദൈവസന്നിധാനത്തിൽ കടന്നു പോയിട്ട് ഒരു വലിയ പാപം ചെയ്ത ഭാരവുമായിട്ട് കടന്നുപോയി, എൻ്റെ ദൈവമേ, ഇന്ന പാപം ഞാൻ ചെയ്തു, എന്നോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ എന്താ ഒരു നിരപ്പോടുകൂടെ കടന്നു വരുവാൻ കാരണം എന്നാണെന്ന് അറിയാമോ? ഒരു മഹാപുരോഹിതൻ്റെ ഫലമാണ്. ഒരു മഹാപുരോഹിതൻ ഫലം കാട്ടുക. എന്താ ഇവിടെ? ഒരു ചതഞ്ഞ ഒരു വടി, അഥവാ ഒരു ജീവനില്ലാത്ത വടി. ആ ജീവനില്ലാത്ത വടി അത് തളുക്കുവാനായിട്ട് ഇടയായി തീർന്നു, അത് പൂക്കുവാനായിട്ട് ഇടയായി തീർന്നു, ഫലം കായ്പാൻ ഇടയായി. പുതിയ വിശ്വാസിയെ ഒന്നുകൂടെ നാം ഓർക്കണമേ. ഇന്ന് ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന എല്ലാ പുതിയ വിശ്വാസിയും ആരായിരുന്നു? ആദ്യം വെറും ചത്ത വടിയായിരുന്നു. എന്ത്? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങൾ ആരായിരുന്നു? വെറും ചത്ത വടിയായിരുന്നു. എന്നാൽ ഈ ചത്ത വടിയിൽ എന്ത് കടന്നു വന്നു? ദൈവത്തിന്റെ ജീവൻ കടന്നു വന്നു. യേശുവിന്റെ ജീവനിൽ കടന്നു വന്നു. നിങ്ങൾ മനസ്സിലാക്കണം, കഴിഞ്ഞ നാളുകൾ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടതിന് മുമ്പ് ഞാൻ വെറും ചത്ത വടിയായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ ജീവൻ പ്രാപിക്കുവാൻ കാരണമുണ്ട്. എൻ്റെ യേശുവിന്റെ ജീവൻ എന്നിൽ കൂടെ വെളിപ്പെടുത്തി. അങ്ങനെ രണ്ട് കാര്യങ്ങളൂടെ തുടർന്ന് വെളിപ്പെടുത്തണം. ഒന്ന്, അവൻ്റെ ഫലം, അവൻ്റെതായിരിക്കുന്ന രൂപഭംഗി, അവൻ്റെതായിരിക്കുന്ന അലങ്കാരം നമ്മിൽ കൂടെ വെളിപ്പെടണം. രണ്ട്, അവൻ്റെ ഫലം കൂടെ നമ്മൾ കൂടെ വെളിപ്പെടണം. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ കൂടെ വെളിപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. ഒരു മഹാപുരോഹിതനായി വിളിച്ചു വേർതിരിച്ചുവോ മറ്റുള്ള 12 വടികൾ പോലെ അല്ല ദൈവം തിരഞ്ഞെടുത്ത അഹരോനെ. നിന്റെ വടി എന്ന് പറയുന്നത് ബാക്കിയുള്ള 12 വടിക്കും ഇല്ലാത്ത പ്രത്യേകത ദൈവം തിരഞ്ഞെടുത്ത അഹരോന്റെ വടിക്കുണ്ടെന്ന് മനസ്സിലാക്കി ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്, ബാക്കിയുള്ള 11 വടിക്കും ഇല്ലാത്ത പ്രത്യേകത അഹരോൻ ദൈവം വിളിച്ചു വേർതിരിച്ച ഈ വടിക്കുണ്ട്. എന്താ അതിന്റെ പ്രത്യേകത അറിയാമോ? അത് തളുക്കുവാനിടയായി തീർന്നു, അത് പൂക്കുവാനിടയായി തീർന്നു, ഫലം കായ്പാനിടയായി എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറി ദൈവത്തിന്റെ കരങ്ങളായിരിക്കും അവർ കൂടെ വെളിപ്പെടുവാൻ ഇടയായിത്തീരുന്നത്. എൻ്റെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ദൈവം വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ ചത്ത ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിന് വേണ്ടി അല്ല എൻ്റെ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അസാധാരണമായിരിക്കുന്ന പ്രവർത്തനം വെളിപ്പെടുത്തുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം എന്നെ വിളിച്ചിരിക്കുക. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് അതാണ്. ദൈവം എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത് അതിനുവേണ്ടിയാണ്. ജീവനില്ലാത്ത എൻ്റെ മേൽ അവൻ ജീവൻ അയച്ചത് അതിനുവേണ്ടിയാണ്. പ്രിയപ്പെട്ട സഹോദര, ആദ്യമ നൂറ്റാണ്ടിൽ സഭയുടെ അവസ്ഥ ഏതായിരുന്നു? സഭയിൽ അത്ഭുതങ്ങൾ നടക്കുവാൻ കാരണം, സഭയിൽ വലിയ പ്രവർത്തനം നടക്കുവാനുള്ള കാരണം അതായിരുന്നു. ദൈവം തെരഞ്ഞെടുത്തു. ഒരുപക്ഷെ ചോദിക്കുമായിരിക്കാം, ദൈവം എന്നെ തെരഞ്ഞെടുത്തു. ഇന്ന് രാത്രി ദൈവമക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിന്റെ വിശുദ്ധ വചനപ്രകാരം പഠിപ്പിക്കുന്നു, അതേ, വിളിക്കപ്പെട്ടവ അനേകർ, തെരഞ്ഞെടുക്കപ്പെട്ടവളെ ചുരുക്കമായിരിക്കുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ടുവെന്ന് പറയുന്നുവെങ്കിൽ കാരണം എന്നാണെന്ന് അറിയാമോ? ഒരുവൻ എന്നെ തെരഞ്ഞെടുത്തു എന്നുള്ളതിൻ്റെ അർത്ഥം. ഒരുവൻ എന്നെ തെരഞ്ഞെടുത്തു എന്നുള്ളതിൻ്റെ അർത്ഥം. ഇതിൻ്റെ അർത്ഥം പൗരോഹിത്യ ശുശ്രൂഷ ആലയത്തിൽ നിന്നും ചെയ്യുന്നതല്ല. അത് പുതിയ നിയമത്തിന്റെ പ്രമാണമേ അല്ല, അത് പഴയ നിയമത്തിന്റെ പ്രമാണമാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, നിന്നെ ദൈവം വിളിച്ചു വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥമുണ്ട്, ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുക.
എന്തോടുകൂടെ തിരഞ്ഞെടുത്തു? ഒരു വിളിയോടുകൂടെ തിരഞ്ഞെടുത്തു. വിളിയോടുകൂടെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ എന്നിൽ കൂടെ എന്ത് വെളിപ്പെടണം? മറ്റുള്ളവർ കാട്ടുന്നത് പോലെ ചില നാമധേയ പ്രവർത്തനങ്ങൾ വെളിപ്പെടുത്തുവാൻ അല്ല എൻ്റെ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നതെന്നോ ഇന്ന് രാത്രി നാം ഒന്ന് മനസ്സിലാക്കിയെങ്കിൽ, ഒന്ന് എഴുന്നേൽക്കുവാൻ പറ്റുമെങ്കിൽ, അവിടെയാണ് ദൈവത്തിൻ്റെ കരങ്ങൾ എന്നിൽ കൂടെ നമ്മിൽ കൂടെ വെളിപ്പെടുവാൻ ഇടയായി തീരുന്നത്. നമ്മുടെ ജീവിതത്തിൽ കൂടെ നമുക്കൊരു എഴുന്നേൽപ്പാണ് ആവശ്യമായിരിക്കുന്നത്. എന്നെ ദൈവം വിളിച്ചു വേർതിരിച്ചു. ദൈവത്തിൻ്റെ കരങ്ങളാണ് എൻ്റെ മേലുള്ളത്. കർത്താവായ യേശുവിനോട് ചോദിച്ചു. യേശു ഒരു കാര്യം പറയുന്നുണ്ട്. ഈ ദൈവത്തിൻ്റെ കരങ്ങൾ, യേശു ക്രിസ്തുവിൻ്റെ കരങ്ങൾ ദൈവത്തിൻ്റെ വചനം കൊടുത്തപ്പോൾ യേശു എടുത്ത വായിച്ച ഭാഗപ്രകാരമാണ് യഹോവയായ കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്. എന്തിനോ? എളിവരോട് ശബ്ദവർത്തമാനം ഘോഷിപ്പാൻ. യേശുവിനെ മറിച്ചൊന്നും പറയുവാനില്ല. ഇന്ന് രാത്രി എൻ്റെ വചനം നിങ്ങൾ കേൾക്കുന്നത് കൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. കാരണം ആ വിളിച്ചു വേർതിരിച്ച് ഞാൻ ഇന്ന് രാത്രി പറയുവാൻ സാധിക്കുമോ? പ്രിയപ്പെട്ടവരെ, ഈ അവസാന കാലങ്ങളിൽ, ഈ കാലത്തിൻ്റെ അന്തത്തിൽ, അന്ത്യയുഗത്തിൽ ഇന്ന് ഒന്ന് പറയുവാൻ സാധിക്കുമോ? ദൈവം എന്നെയും വിളിച്ചു വേർതിരിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ, ദൈവത്തിൻ്റെ മനോഹരത്വം വെളിപ്പെടുത്തുവാൻ, ദൈവത്തിന് വേണ്ടി ഫലം കായ്പാൻ. ഒന്നോ രണ്ടോ ഫലങ്ങൾ ഇടയ്ക്ക് ലഭിക്കുന്നതല്ല. മുള്ളിനിടയിൽ വീണ വിത്തിൻ്റെ അനുഭവം അല്ല എന്നിലും നിങ്ങൾക്കൂടെ ദൈവം ആഗ്രഹിക്കുന്നത്. നല്ല നിലത്ത് വീണ വിത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ആളുകൾ ദൈവപൈതലെ നീ എഴുന്നേൽക്കുമെങ്കിൽ ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മൾ കൂടെ വെളിപ്പെടുവാൻ ഇടയായി തരും. നാം എഴുന്നേൽക്കുമെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരങ്ങൾ വെളിപ്പെടുവാൻ ഇടയായി തരും. എന്താ മനസ്സിലാക്കേണ്ടത്? അസംതൃപ്തമായിരിക്കുന്ന മനസ്സുകൊണ്ട് മാറ്റപ്പെട്ടിരിപ്പാനല്ല, മറ്റുള്ളവരുടെ കയ്പിൻ്റെ അനുഭവം വിത്ത് പാകുവാനുള്ളതല്ല. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഒപ്പിക്കട്ടെ, സഭയെ ദൈവം വിളിച്ചിരിക്കുന്നത് വലിയൊരു പ്രവർത്തനത്തിന് വേണ്ടിയാ, വലിയൊരു പ്രവർത്തനത്തിന് വേണ്ടിയാ. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ മക്കളോട് ഞാൻ ഒപ്പിക്കട്ടെ, എനിക്കും നിങ്ങൾക്കും ദൈവം നമ്മളെ മാനിപ്പാൻ ശക്തനായിരിക്കും. ദൈവം എന്നെ നിങ്ങളെ ഉപയോഗിക്കാൻ ദൈവം ശക്തനായിരിക്കും. ദൈവം, പ്രിയപ്പെട്ട സഹോദര, ദൈവം നമ്മെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ സാധിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ കരങ്ങൾ എന്നിലും നിങ്ങൾക്കൂടെ വെളിപ്പെടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്ന് രാത്രി ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, കോരഹേ, നീ ചെയ്യേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. നീ അഹരോനെതിരായിട്ട് നീ പിറവെക്കേണ്ട കാര്യമില്ല. അഹരോനെതിരായിട്ട് വിഷം കുത്തിവെക്കേണ്ട കാര്യമില്ല. ദാദാനും അബീരാമേ, നീ മോശയ്ക്കെതിരായിട്ട് വിഷം കുത്തിവെക്കേണ്ട കാര്യമില്ലായിരുന്നു. ദൈവസന്നിധിയിൽ മുട്ടുകളെ മടക്കിക്കൊണ്ട്, എൻ്റെ ദൈവമേ, എന്നെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് നിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ എന്നെ സഹായിക്കണമേ എന്ന് ദൈവത്തിന് മുൻപാകെ മുട്ടുകൾ മടക്കി നിലവിളിച്ചിരുന്നുവെങ്കിൽ അഹരോനെ വിളിച്ചു വേർതിരിച്ച ദൈവത്തിന്റെ പ്രവൃത്തി നിന്നിൽ കൂടെ വെളിപ്പെടുത്തിയതിനെ. പ്രശ്നം എന്നാണെന്നറിയാമോ? പ്രശ്നം കടന്നു വന്നത് ഭൗതിക കണ്ണുകൊണ്ട് തീരുമാനിക്കാൻ ഇടയായിത്തീർന്നു. ഭൗതിക കാഴ്ചപ്പാടോടുകൂടി മുൻപോട്ട് കടന്നുപോയി. ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ആത്മീയ വിഷയത്തിലോ ആത്മീയമായിട്ട് തന്നെ പ്രതികരിക്കണം. ആത്മീയ വിഷയം ഭൗതികമായിട്ടല്ല പ്രതികരിക്കേണ്ടത്. എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഫലം കാണുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ഈ നാളുകൾ ദൈവത്തിന്റെ പാദങ്ങൾ ദൈവത്തോട് ചോദിക്കുക, ദൈവമേ, നീ പറഞ്ഞിട്ടുണ്ട് സമൃദ്ധമായിട്ട് ഞാൻ തരുവാൻ സാധിക്കുമെന്ന്, പിന്നെ എന്തുകൊണ്ട് എനിക്ക് കിട്ടുന്നില്ല? ഇന്ന് രാത്രി ചോദിക്കുവാൻ സാധിക്കുമെങ്കിൽ ദൈവത്തിന്റെ കരങ്ങൾ അവിടെ വെളിപ്പെടുവാൻ സാധിക്കും. ഇന്ന് രാത്രി സഭയെ ഞാൻ ഉദ്ഘോഷിക്കട്ടെ, സഭയെ ഞാൻ ഒന്ന് ഉത്തേജിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണോ? ദൈവം വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി ഒന്ന് ഒരുങ്ങുമ്പോൾ, ദൈവം വിളിച്ചിരിക്കുന്ന പ്രവർത്തനത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ദൈവത്തോട് പറയുവാൻ സാധിക്കുമോ? എൻ്റെ കർത്താവേ, ഈ നാളുകൾ നീ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഫലം എന്നിൽ കൂടെ വെളിപ്പെടുവാൻ ഇട